ഹലോ നമസ്കാരം, ഫോർച്യൂൺ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിനെ കുറിച്ചിട്ടാണ്, നമ്മുടെ കൊച്ചു കേരളത്തിനെ കുറിച്ചിട്ട് നമ്മൾ തന്നെ സ്വയം പുകഴ്ത്തി വരുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. മതസൗഹാർദ്ദം, സ്നേഹ സാഹോദര്യം, നന്മയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര സഹായങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് പൊക്കി വരുന്ന സംഭവങ്ങളുണ്ട്. പക്ഷേ ഇതിനൊക്കെ യാഥാർത്ഥ്യം എന്താണ്? ഇതൊക്കെ റിയൽ ആയിട്ടുള്ളതാണോ? പ്രബുദ്ധ കേരളം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെന്താ പറയുക, എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ നമ്മളൊക്കെ ഏത് രാജ്യത്ത് പോയാലും ഏത് നാട്ടിൽ പോയാലും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്. നമ്മൾ പ്രളയത്തിനൊക്കെ ഉള്ള പരസ്പര സഹായം, ജീവൻ രക്ഷിക്കലും, സ്വയരക്ഷാ പ്രവർത്തനം, അങ്ങനെ സംഭവങ്ങൾ കുറേ ഒരുപാടുണ്ട് പറയാൻ, ചെയ്യാൻ. അല്ലെങ്കിൽ കാലങ്ങളായിട്ട് നമ്മൾ കാരണവന്മാരായിട്ട് കേട്ടു വരുന്ന സംഭവമാണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ഇവിടെ ആരും എന്ന് വന്നാലും അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കും, സ്നേഹിക്കും, ദാനശീലരൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് സംഭവങ്ങളുണ്ട്. ഇനി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. കണ്ടല്ലോ, ഈ വീഡിയോ കണ്ട ഈ പറഞ്ഞ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇതിൽ നമ്മൾ ആരെയാണ് കുറ്റം പറയേണ്ടത്? ഈ കളിച്ച കുട്ടികളെയാണോ? ഇതിൻ്റെ സംഘാടകരെയാണോ? ഇത് കണ്ടുകൊണ്ടിരിക്കണവരാണോ? അതോ ഈ ജഡ്ജസിനെയാണോ? ഇനിയിപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ടൊന്നും വിചാരിക്കൊന്നും വേണ്ട. ഈ സ്ഥാനത്ത് ബോയ്സ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. എപ്പോൾ വരെ തൂക്കിയെടുത്ത് കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ മതി. ഇവർക്ക് കപ്പും വേണ്ട, ഒരു കോപ്പും വേണ്ട. ഇനി ഇവർ ഈ പെൺകുട്ടികൾ പേടിക്കണത് ഇത്രയും കാലം കഷ്ടപ്പെട്ട് കളിച്ചതിൻ്റെ ഒരിതാണോ? അങ്ങനെയാണെങ്കിൽ ചെയ്തത് ശരിയാണോ? ഇനി അതല്ല, ഇത് കപ്പെങ്ങാനും മിസ്സാവുമെന്ന് വിചാരിച്ചിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്തത് ശരിയാണോ? ഇനി അതൊക്കെ പോട്ടെ, ഈ കുട്ടിയെങ്ങാനും മരിച്ചു പോയാൽ ഈ പറയുന്ന ജഡ്ജസോ ഈ കളിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകരോ എന്തോ ആരായാലും ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? അതുമില്ല. ഇതാണോ നമ്മുടെ സംസ്കാരം? ഇതാണോ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ? അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഇപ്പോൾ ഇതൊക്കെയാണ് പഠിപ്പിച്ച് കൊടുക്കുന്നത്? അതായത് ജീവനേക്കാൾ പ്രാധാന്യം ഒരു കപ്പിനാണ്, അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് കാലത്ത് നമ്മുടെ പ്രയത്നമാണ്, ഒരു ജീവൻ പോയാലും വേണ്ടില്ല, നമ്മളവിടെ കളിച്ച് തീർക്കണം, ഇങ്ങനെയുള്ള സംഭവങ്ങളാണോ? എനിക്കൊന്നുമില്ല. ഇനി ഇതൊക്കെ പോട്ടെ, ഈ വീണടക്കുന്ന കുട്ടിയുടെ മാതാപിതാക്കളിത് കാണുമ്പോൾ, രക്ഷിതാക്കളിത് കാണുമ്പോൾ, ഇവരുടെയൊക്കെ കൂട്ടുകാരികളാണെന്ന് പറഞ്ഞ് നടക്കണം കുറച്ചെണ്ണാണല്ലോ ഇപ്പോൾ കൂടെ കളിക്കണത്. ഇവരെ കുറിച്ചിട്ടൊക്കെ എന്തായിരിക്കും അവരുടെ മനസ്സിലിപ്പോൾ തോന്നിയിട്ടുണ്ടാവുക? അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് ഇനി ഈ കുട്ടിനെ അല്ലെങ്കിൽ ഇതുപോലുള്ള കുട്ടികളൊക്കെ നമ്മൾ ഈ കൂട്ടുകാരികളുടെ ഒപ്പോ അല്ലെങ്കിൽ പുറത്തൊക്കെ വിടുക? അപ്പോൾ ഈ ഞാനടക്കം എൻ്റെ ഫ്രണ്ട്സ് ഞാനൊന്ന് തളർന്ന് വീണാൽ, തലറങ്ങി വീണാൽ ഇവർ രക്ഷപ്പെടുത്തുമോ അല്ലെങ്കിൽ സഹായിക്കുമോ, കുറച്ച് വെള്ളമെങ്കിലും തരുമോ എന്നുള്ളൊരു സംശയം നമുക്ക് കൊതിക്കൂലേ? പോട്ടെ, ആ കുട്ടികൾ മാത്രമല്ല, അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരായാലും ഇതിനൊക്കെ ഉത്തരവാദിത്തമാണ്. അല്ല, ഇതൊക്കെ വലിയൊരു സംഭവമാണ്. നമ്മുടെ നാട്ടിലല്ലേ ഇപ്പോൾ ഈ മധുവിനെ തല്ലിക്കൊന്നത്? ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിലോ ഭക്ഷണം കിട്ടാൻ വേണ്ടിയോ ഭക്ഷണത്തിന് എന്തിനോ മോഷണം നടത്തിയെന്ന് പറഞ്ഞിട്ട്, ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ വേണ്ടി മോഷണം നടത്തിയെന്ന് പറഞ്ഞിട്ട് മകനെ നൽകുന്ന നാടല്ലേ? ഇതല്ല, ഇതിനപ്പുറം നമ്മൾ കാണേണ്ടി വരും, പ്രതീക്ഷിക്കേണ്ടി വരും. കൂടെ നടക്കുന്നവരെ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ടി വരും. ഇനി ഇത് എന്തിൻ്റെ പേരിലൊക്കെ ന്യായീകരിച്ചാലും എനിക്കത് നല്ലതായിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെയല്ല ഇതിൻ്റെ അഭിപ്രായമോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. പറ്റുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ഓക്കെ.